Hello, good evening. എല്ലാവർക്കും സുഖമല്ലേ? Okay. So today we are going to discuss reciprocal methods of overhead apportion, overhead distribution. Okay, reciprocal methods. Previously we have studied direct distribution of redistribution of overhead, like that non-reciprocal method of distribution that is known as step ladder method or step method. Today we are going to discuss what are reciprocal methods of overhead redistribution, overhead apportionment. Okay. അതിൽ പ്രധാനമായും 3 സബ് ടൈപ്പ് ആണുള്ളത്. ഒന്ന് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, രണ്ടാമത്തത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, മൂന്നാമത്തത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്? Yes, under this method, the cost of one service department are distributed to other service department on the basis of rendering service. Here there is a two-way distribution of cost between two service departments. It means that the cost of one service department can be distributed to other service department if service rendered to them. Okay, first case direct distribution method, we can assume that service department provides services only to the production department. Okay, or in other way, if one service department provides services to other service department, that is ignored. അല്ലെ, ഒന്നുകിൽ ആദ്യത്തെ കേസിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ, സർവീസ് കൊടുക്കുന്നു എന്നാണ് നമ്മൾ എസ്യൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ സർവീസ് കൊടുത്താൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ദാറ്റ് ഈസ് വൺ വേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ്. രണ്ടാമത്തെ മെത്തേഡ് അല്ലെ, അതായത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സർവീസ് കൊടുക്കുന്നതിന് പുറമെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനും കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് സർവീസ് വാങ്ങുന്നില്ല. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, വൺ വേ എന്ന് പറയുന്നത് അല്ലേ. എയും ബിയും സിയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, എക്സും വൈയും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എക്സ് പ്രൊവൈഡ് സർവീസസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് എക്സ് എയും ബിയും സിക്കും സർവീസ് കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം വൈക്കും സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ വൈയിൽ നിന്ന് സർവീസ് ഇങ്ങോട്ടേക്ക് വാങ്ങുന്നില്ല അല്ലേ. അതാണ് വൺ വേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. എന്നാൽ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡിൽ എന്താണ്, ഇഫ് ദർ ഇസ് ടു സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്, ദീസ് ടു സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് സർവീസ് ടു ഈച്ച് അതർ. ഓക്കെ, എക്സ് സർവീസ് വൈക്കും കൊടുക്കുന്നുണ്ട്, വൈ സർവീസ് എക്സിനും കൊടുക്കുന്നുണ്ട്. ഏതിനു പുറമെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കുന്നതിന് പുറമെ. ഓക്കെ, അപ്പൊ അതാണ് റെസിപ്രോക്കൽ സർവീസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുന്ന മെത്തേഡാണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സർവീസ് കൊടുക്കുന്നതിന് പുറമെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൂടെ സർവീസ് കൊടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടു വേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ്. ഇവിടെ ടു വേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ ടു വേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് കോസ്റ്റ് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി ഇതിൽ 3 മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ആദ്യം നമ്മൾ എന്താണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് ടു വേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് കോസ്റ്റ്. അണ്ടർ ദിസ് മെത്തേഡ് the total cost of service department are ascertained with the help of simultaneous equation. Then the cost of service department are apportioned on agreed percentage only among production department. അതായത് ഇവിടുത്തെ ആ മീനിങ് നമ്മൾ രണ്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ അസർട്ടൈൻഡ്. This ascertained cost of service department, രണ്ടാമത്തെ സ്റ്റെപ്പിൽ this ascertained cost of service department are distributed, apportioned among production department on some agreed percentage. Okay, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ABC company limited is organized into 5 departments. Departments A, B, C are production departments and X and Y are service departments. Serving not only to production department but also to each other. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമല്ല കൊടുക്കുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ 1 ഡീറ്റെയിൽസ് ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ ഓഫ് സർവീസ് റെൻഡറിങ് ബൈ ദി സർവീസ് ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേബിളിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ തന്ന സമ്മറിയാണ്. ഓക്കെ, ABCR പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, X ആൻഡ് Y ആർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എക്സ് 40% സർവീസ്, ഡിപ്പാർട്ട്മെന്റ് എക്സ് വൈ എന്നാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ എക്സ് 40% സർവീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 30% സർവീസ് ബിക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 20% സർവീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സിക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സർവീസ് കൊടുക്കുന്നതിന് പുറമെ 10% ഓഫ് സർവീസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? വൈക്ക് കൊടുക്കുന്നുണ്ട്. വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈ, സർവീസ് ഡിപ്പാർട്ട്മെന്റ് വൈ പ്രൊവൈഡ് 35% ഓഫ് ഇറ്റ് സർവീസ് ടു ഡിപ്പാർട്ട്മെന്റ് എ, 25% service to department B, 20% service to department C, and apart from that, besides that, 20% of Y service given to X. അപ്പോൾ ഇവിടെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ അസർട്ടൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം 2x + 2y = സംതിങ് അങ്ങനെ അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഫോം ചെയ്യണം ആദ്യം. ഇവിടെ സപ്പോസ് എന്താണ് എക്സിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 20,000 മാത്രമല്ല അല്ലേ? 20,000ന്റെ കൂടെ വൈയുടെ കോസ്റ്റിന്റെ 20%, വൈയുടെ സർവീസിന്റെ 20% വന്നില്ലേ അല്ലേ? ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. അതായത് എക്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സിന്റെ ഓവർ ഹെഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 20,000 പ്ലസ് 20% ഓഫ് വൈസ് ഓവർഹെഡ് അല്ലേ? 20% ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓവർഹെഡ് ഗെറ്റിംഗ് ടു ഡിപ്പാർട്ട്മെന്റ് എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 20,000 പ്ലസ് 20% ഓഫ് വൈ. Then y is equal to 15,000 plus 10% of x. Y is equal to 15,000 plus 10% of x. Okay. ഇനി നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. എങ്ങനെയാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ? ഇതേ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എക്സിന്റെ വൈയുടെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എക്സിന്റെ ടോട്ടൽ കോസ്റ്റ്, എക്സിന്റെ ഓവർഹെഡ്, ആക്ച്വൽ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു 20,000 നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു, പ്ലസ് 20% ഓഫ് വൈസ് ഓവർഹെഡ്, ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ വൈസ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു 15,000 പ്ലസ് 10% ഓഫ് എക്സ് ഓവർഹെഡ്, സെക്കൻഡ് ഇക്വേഷൻ. അതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 20,000 പ്ലസ് 0.20y, y ഈസ് ഈക്വൽ ടു 15,000 പ്ലസ് 0.10 എക്സ് അല്ലേ? ഈ ഡെസിമൽ പ്ലേസ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് 0.20 2 എങ്കിൽ 2 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ആക്കിയാൽ അത് എന്ത് നഷ്ടമാകുള്ളൂ? ഡെസിമൽ പ്ലേസ് പോവുകയുള്ളൂ. അപ്പൊ 10 കൊണ്ട് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 10x മൈനസ് 2y ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. 10x മൈനസ് 2y ഈസ് ഈക്വൽ ടു 2 lakh. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ മൈനസ് എക്സ് അല്ലേ? 0.10x എന്നുള്ളത് എന്തായിട്ട് മാറും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എക്സ് ആയിട്ട് മാറും. എന്തുകൊണ്ട് അവിടെ മൈനസ് എക്സ് വന്നത്? എക്സ് ഇപ്പുറത്തായിരുന്നു, അതിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടിയിട്ട്. മൈനസ് എക്സ് പ്ലസ് 10y ഈസ് ഈക്വൽ ടു 1,50,000. ഇനി അത് 3, 4 ഇക്വേഷൻ പേര് കൊടുത്തു. ദെൻ മൾട്ടിപ്ലൈങ് ദ ഇക്വേഷൻ തേർഡ് ബൈ 5. എന്തിനു വേണ്ടിയിട്ട്? ഇതിൽ എക്സോ വൈയോ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇവിടെ 10y ഉണ്ട്, നമ്മൾ ഇതിനെ മൈനസ് പ്ലസ് 10y മൈനസ് 10y ആകുന്ന സമയത്ത് അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ 10y ആക്കണമെങ്കിൽ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൂടാതെ ഫോർത്ത് ഇക്വേഷൻ്റെ കൂടെ അത് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10x എന്തായി? 15x ആയി, 50x ആയി, മൈനസ് 10y ഈസ് ഈക്വൽ ടു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി? 1 lakh, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 lakh എന്നുള്ളത് 10 lakh ആയി. സോ മൈനസ് എക്സ് പ്ലസ്, ഇതിൽ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല, അങ്ങനെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് ഇക്വേഷനെ മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. മൈനസ് എക്സ് പ്ലസ് 10y ഈസ് ഈക്വൽ ടു 1,50,000. സോ 49 രണ്ടും കൂടി ആഡ് ചെയ്യപ്പോൾ 49x ഈസ് ഈക്വൽ ടു 11,50,000 അല്ലെ? 11,50,000 കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 11,50,000 ഡിവൈഡ് ബൈ 49, ദാറ്റ് ഈസ് 23,469 അല്ലേ? അത് കിട്ടി, എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈന്റെ വാല്യൂ കിട്ടും അല്ലെ? 15,000 പ്ലസ് 0.10 എക്സിന്റെ വാല്യൂ നമുക്ക് കൂടെ കിട്ടി. അത് നമ്മൾ അപ്ലൈ ചെയ്തു. സോ ആൻസർ ഈസ് 17,347. ഓക്കെ. ഇനി എക്സിന്റെ ആക്ച്വൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഓവർ ഹെഡും വൈയുടെ ആക്ച്വൽ ടോട്ടൽ ഓവർ ഹെഡും കിട്ടിക്കഴിഞ്ഞാൽ
രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് അവർക്ക് കൊടുത്ത സർവീസിന്റെ പെർസെൻറ്റേജിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ മറന്നു പറഞ്ഞത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആയാലും ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലുള്ള സമ്മറി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമ്മൾ എഴുതി വെക്കണം. രണ്ടാമത്തത് ഡിപ്പാർട്ട്മെന്റ് എക്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90% സർവീസ്, ടോട്ടൽ 90% സർവീസ് ആർക്ക് കൊടുക്കുന്നുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കുന്നുള്ളൂ. 10% മറ്റേ സർവീസ് ഡിപ്പാർട്ട്മെന്റിനാണ് കൊടുക്കുന്നത്. ഇവിടെ മറ്റേ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 90% സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈയുടെ ടോട്ടൽ 80% സർവീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്നുള്ളൂ. 20% സർവീസ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്, അതായത് എക്സിന് കൊടുത്തതാണ്. അപ്പം അത് അവർക്ക് കൊടുത്ത എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത പെർസെൻറ്റേജ് ഓഫ് സർവീസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് 35% ആണ് എക്ക് കൊടുത്തത്, 25% ആണ് ബിക്ക് കൊടുത്തത്, 20% ആണ്. അതിന് നമ്മൾ ഷോർട്ടൻ ചെയ്ത് 7:5:4 എന്ന് എഴുതി അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദെൻ ടോട്ടൽ ചെയ്യും. സോ ദിസ് ഈസ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ടോട്ടൽ ചെയ്തിട്ടാൽ മാത്രം മതി. ഓക്കെ, അടുത്തത്, അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വഴി നമ്മൾ എക്സിന്റെ ടോട്ടൽ കോസ്റ്റും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് കാണുന്നു. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് അവർക്ക് കൊടുത്ത സർവീസിന്റെ പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അടുത്ത റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്, രണ്ടാമത്തെ മെത്തേഡ്. എന്താണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്? ദിസ് മെത്തേഡ് ഈസ് അതർവൈസ് കോൾഡ് ആസ് continued distribution or attrition method. The service department costs are distributed to other service department and production department on a agreed percentage. In this way, the process is repeated till the cost of service department are too small. Then the cost of service departments are distributed only among production department. Okay, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്ക് എന്താണ് ഇവിടെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനിൽ വേണ്ട കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പർട്ടിക്കുലേഴ്സ് കോളം. ഓക്കെ, പർട്ടിക്കുലേഴ്സ് കോളത്തിന് ശേഷം നമ്മൾ ടോട്ടൽ കോളം വേണമെങ്കിൽ വരയ്ക്കാം, ഓപ്ഷണലാണ്. അതിന് പുറമെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോളം കൊടുക്കുക. അതിനുശേഷം എന്താണ്, എമൗണ്ട് അലോക്കേറ്റഡ് അണ്ടർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഇങ്ങനെ തന്നെ എടുത്തെഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ്, ഈ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എന്താണ്, ഓർഡറിൽ നമ്മൾ താഴെയായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ 40% എക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, 30% ബിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, 20% സിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, 10% വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ 20,000ന്റെ 40% എക്ക് കൊടുക്കും, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത ആ പെർസെൻറ്റേജിൽ അല്ലേ. 30% ബിക്ക് കൊടുക്കും, 20% സിക്ക് കൊടുക്കും, 10% ആർക്ക് കൊടുക്കും, വൈക്ക് കൊടുക്കും. അതിന് വൈയുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, 15,000 മാത്രമല്ല ഉണ്ടാകുക, ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഇപ്പം കിട്ടിയിട്ടില്ലേ, അത് രണ്ടും കൂടെ ചേർത്തിട്ട് ആ സ്റ്റേജിൽ മാത്രം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ മാത്രം ഈ 15,000 ഇതിന്റെ ഒരു 10% കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് 2,000, അപ്പോൾ 17,000 ഏത് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, 35:25:20:20 മറ്റ് 4 ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യും, ആ ഡിപ്പാർട്ട്മെന്റ് ആ ഡിസ്ട്രിബ്യൂഷൻ ഏതുവരെ കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ടു സ്മോൾ ആകുന്നത് വരെ, അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആകുന്നത് വരെ, സേ ഫോർ എക്സാമ്പിൾ സിംഗിൾ ഡിജിറ്റ് ആകുന്നവരെ ആ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന എമൗണ്ട് സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ടു സ്മോൾ ആകുന്ന സമയത്ത് ആ ഒരു ഡിജിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ലാസ്റ്റ് സ്റ്റേജിൽ സിംഗിൾ ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന കോസ്റ്റ് സിംഗിൾ ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് മാത്രം അവർക്ക് കൊടുത്ത സർവീസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി അതിന്റെ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, അത് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള എമൗണ്ട് എടുത്തെഴുതി, ദെൻ 20,000 നമ്മൾ ക്യാൻസൽ ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് 20,000 താഴോട്ട് എടുത്തെഴുതി ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ മൈനസ് ഫിഗറിലോ എഴുതാം.
എന്നിട്ട് അതിൻ്റെ 40% എക്ക് കൊടുത്തു ഇല്ലേ, ഈ റേഷ്യോയിൽ 40:30:20:10. 40% ഇവിടെ കൊടുത്തു, 30% ഇവിടെ കൊടുത്തു, 20% ഇവിടെ കൊടുത്തു. അതിന് 10% വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. ദെൻ അടുത്തത് വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, 15,000 മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരാ. 15,000 കൂടെ എന്തും കൂടെ കിട്ടിയിട്ടുണ്ട്, എക്സിന്റെ ഒരു പോർഷൻ 10% കൂടെ കിട്ടിയിട്ടില്ലേ, അതും കൂടെ ചേർത്തിട്ട് വേണം ക്യാൻസൽ ചെയ്യാൻ. അപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 15,000 അല്ല, 15,000 പ്ലസ് 2,000, 17,000 ഏത് റേഷ്യോയിൽ, വൈ സർവീസ് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കുന്ന സർവീസിന്റെ പെർസെൻറ്റേജ് അനുസരിച്ച് 35:25:20:20 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇനി ഇത് അപ്പോൾ എക്സിന് കിട്ടി, എക്സിന്റെ ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാത്രമാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇനി 3,400 താഴോട്ട് എടുത്ത് എഴുതി ക്യാൻസൽ ചെയ്യാണ്. അതിന് 10% ഇവിടെ കൊടുത്തു, എന്നാൽ 40% ഇവിടെ കൊടുത്തു, 30% ഇവിടെ കൊടുത്തു, 20% ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ് 330 കിട്ടി, 330 ഇങ്ങോട്ട് എടുത്തെഴുതി, താഴോട്ട് എടുത്തെഴുതി. അതിൻ്റെ 35% കൊടുത്തു, 25% കൊടുത്തു, 20% കൊടുത്തു, ഇവിടെ 10% കൊടുത്തു അല്ലെ, സോറി 20% കൊടുത്തു അല്ലേ. ഇനി അതെടുത്ത് ഇവിടെ എഴുതി, താഴെ എഴുതി എക്സിന്റെ ഡിസ്ട്രിബ്യൂട്ട്. അപ്പൊ റേഷ്യോ ഇങ്ങനെ എന്താണ് ഇടവിട്ട് മാറി, എന്താണ് എക്സിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഒരേ റേഷ്യോ ആയിരിക്കും അല്ലെ, വൈയുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഒരേ റേഷ്യോ, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, ഒന്നിടവിട്ട് ഒരേ റേഷ്യോ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ സിംഗിൾ ഡിജിറ്റ് എത്തിയില്ലേ, നെഗ്ലിജിബിൾ എമൗണ്ടിലേക്ക് എത്തി. അപ്പൊ സിംഗിൾ ഡിജിറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, നമ്മൾ ആ സിംഗിൾ ഡിജിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 7 എന്ന് പറയുന്ന സിംഗിൾ ഡിജിറ്റ് ആയി. ആ 7 എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഇനി സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇവിടുത്തെ വരും 1.4 വരും, അന്നേരം പിന്നെ അത് അടുത്ത പിന്നെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റേജിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 7 എന്നുള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് വേണ്ടി മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സാധാരണ വൈ സർവീസ് കൊടുക്കുന്നത് 20% അല്ലേ ഇവർക്ക് കൊടുക്കുന്നത് അല്ലേ. എത്രയായിരുന്നു വൈ കൊടുക്കുന്നത്, എത്ര പെർസെൻറ്റേജ് ആയിരുന്നു സർവീസ് കൊടുക്കുന്നത്, 20%. ആ 20% ഒഴിവാക്കിയിട്ട് വേണം നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 35/100 അല്ല കൊടുക്കേണ്ടത്, 35/80 ആണ് കൊടുക്കേണ്ടത് ഇവിടെ. ഇവിടെ അതുപോലെ തന്നെ 25/80 കൊടുക്കുക, ഇവിടെ 20/8 കൊടുക്കുക. എന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിടുക. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എമൗണ്ട് മാത്രം ടോട്ടൽ ചെയ്തിടുക. ഇവിടെ ടോട്ടൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യേണ്ട. ഓക്കെ, യെസ്. അപ്പോൾ എന്താണെന്നുള്ള മനസ്സിലായാലും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡും എടുത്ത് എഴുതും. എന്നിട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് മാത്രം നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് അല്ലെ, മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കൊടുത്ത സർവീസിന്റെ പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. മൂന്നാമത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡിലും എന്താണ് 2 സ്റ്റേജ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ദ കോസ്റ്റ് ഓഫ് വൺ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അപ്പോർഷൻ ടു അനദർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. Now the cost of another service department plus the share of cost received from the first service department is again apportioned to service department. Okay, in this way the process is going on till the balancing figure become negligible. അതായത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം ശ്രദ്ധിക്കുക, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലേ. അതായത് എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് നമ്മൾ ABC എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിനും വിതരണം ചെയ്തു. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ABCയിലും പോരാത്തതിന് എക്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നാൽ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 കോളം, അതായത് 3 കോളമാണ് പർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് വൈ. ഓക്കെ, ടോട്ടൽ 3 കോളം. അപ്പം എക്സിന്റെ കോസ്റ്റ് വൈക്ക് കൊടുക്കുന്ന സർവീസ് അടിസ്ഥാനത്തിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വൈയുടെ കോസ്റ്റ് എന്താണ് എക്സിന് കൊടുക്കുന്ന സർവീസ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ എക്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്ത് വരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് വരും എപ്പം വരെ, അതായത് എക്സിന്റെ വൈൻ്റെ കോളത്തിൽ സിംഗിൾ എമൗണ്ട്, സിംഗിൾ ഡിജിറ്റ് വരുന്നത് ഇതുവരെ. ഓക്കെ, അതായത് നെഗ്ലിജിബിൾ എമൗണ്ട് എത്തുന്നത് വരെ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു,
ഇപ്പൊ ലാസ്റ്റ് സിംഗിൾ ഡിജിറ്റ് ആണ്. നേരത്തെ സർവീസ് ഇവിടെ നമ്മൾ നോക്കിയില്ലേ, 7 സിംഗിൾ ഡിജിറ്റ് എത്തിയ സമയത്ത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ 7 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 20% അല്ലേ കൊടുക്കുന്നത്, ആ 20% ഇവിടെ കൊടുത്തിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ, പിന്നെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷന്റെ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷന്റെ ലാസ്റ്റ് 2 കോളം അല്ലേ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ, അത് അങ്ങനെ തന്നെ എവിടെ ആവർത്തിക്കും, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ 2 വ്യത്യാസമുള്ളത്. എന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, അവസാനം സിംഗിൾ ഡിജിറ്റ് എത്തുന്ന സമയത്ത് അതിന്റെ ഒരു പെർസെൻറ്റേജ് അതായത് 20% അല്ലേ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് 1.4 വരും, പക്ഷെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് 1ലേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടോട്ടൽ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്യും. ഇവിടുത്തെ പോസിറ്റീവ് ഫിഗർ മാത്രം, അതായത് ബ്രാക്കറ്റിൽ ഇടാത്ത ഫിഗേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. അതായത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷന്റെ ലാസ്റ്റ് 2 കോളത്തിന്റെ ആവർത്തനമാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എവിടെ വരിക, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ വരിക. ഒന്ന് നോക്കാം, നമ്മൾ അതിന്റെ ആൻസർ നോക്കാം. ഇത് കണ്ടോ, നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെ എന്താണ് ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 2 കോളം അതാണിത് അല്ലേ. 20,000 നമ്മൾ ക്യാൻസൽ ചെയ്തു, 2,000 ഇവിടെ കൊടുത്തു, 15,000 പ്ലസ് 2,000 മൈനസ് 70,000 നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നു 7 ആയി. 7 നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തിട്ട് 1.4 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. റൗണ്ട് ചെയ്യുന്ന സമയത്ത് 1ലേക്ക് വന്നു. 0.4 ആയതുകൊണ്ട് 5 കുറവായതുകൊണ്ട് 1ലേക്ക് തന്നെ റൗണ്ട് ചെയ്തു. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ചെയ്യുന്നുണ്ട് അല്ലെ. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ ചെയ്യേണ്ട ഏതാണെന്ന് അറിയോ? ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതാണ്, ടോട്ടൽ ചെയ്യുന്ന സമയത്ത് -20,000 പ്ലസ് 20,000 അത് 0 ആയിപ്പോലെ. അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ഫിഗേഴ്സ് മാത്രം എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്തിടാം. പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താണ് ഇവിടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഫിഗേഴ്സ് മാത്രം ടോട്ടൽ ചെയ്തിടുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 20,000 ക്യാൻസൽ ചെയ്തിട്ടാണ് 2,000 കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് എന്താണ് പോസിറ്റീവ് ഫിഗേഴ്സ് 2 കോളത്തിലെയും പോസിറ്റീവ് ഫിഗേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം ഏത് പിന്നെ എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഈ ടേബിൾ നമ്മൾ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ, ഈ ടേബിൾ, അതേ ടേബിൾ നമ്മൾ ആവർത്തിക്കുന്നു. എവിടെയാണെന്നറിയോ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ ഒരു ടേബിൾ ചെയ്തില്ലേ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ആ ടേബിൾ നമ്മൾ ഇവിടെ ആവർത്തിക്കുന്നു. അതായത് ഓർമ്മയില്ലേ, എന്താണ് ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ 90% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് മാത്രം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈൻ്റെ 80% നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ദിസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പ്രീവിയസ് 2 മെത്തേഡ്സ് അല്ലേ. അതായത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന്റെ അവസാനത്തെ 2 കോളവും വരും, അതിന്റെ കൂടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരമുള്ള രണ്ടാമത്തെ ടേബിളും വരും അല്ലേ. അതായത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷന്റെ രണ്ടാമത്തെ പാർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്സ് പ്ലസ് സൈമിൾട്ടേനിയസ് ഇക്വേഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, അത് രണ്ടും ചേർന്നതാണ് എന്ത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 മെത്തേഡാണുള്ളത്. എന്താണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ നമ്മളൊന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് പറയാണ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ആ ടോട്ടൽ കോസ്റ്റിന്റെ പെർസെൻറ്റേജ്, ഒരു നിശ്ചിത പെർസെൻറ്റേജ്, ഫോർ എക്സാമ്പിൾ 90% or 80%. എങ്ങനെയാണ് 90% വരിക? കാരണം 10% ആർക്ക് കൊടുത്തായിരിക്കും, സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തായിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പെർസെൻറ്റേജ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ തന്നിരിക്കുന്ന എല്ലാ എമൗണ്ടും നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം എല്ലാ എമൗണ്ടും നമ്മൾ എടുത്തെഴുതുന്നു. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് മാത്രം മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ, അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റും വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെഗ്ലിജിബിൾ എമൗണ്ട് ആവുന്നവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഈ മൂന്നാമത്തെ മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ. എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ കോസ്റ്റിന്റെ നിശ്ചിത പെർസെൻറ്റേജ്,
എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.